അന്തരിച്ച പ്രശസ്ത സംവിധായകൻ ലെനിൻ രാജേന്ദ്രന്റെ സന്തത സഹചാരിയായിരുന്നു നയന. ഒരച്ഛനെ പോലെ സ്നേഹം നൽകി നിഴലുപോലെ കൂടെ ഉണ്ടായിരുന്നിട്ടും തന്നെ തനിച്ചാക്കിയ നിമിഷം മുതൽ ഡിപ്രഷനിലായിരുന്നു അവർ. അദ്ദേഹത്തിന്റെ മരണശേഷം ലെനിൻ രാജേന്ദ്രന്റെ കുടുംബം സംഘടിപ്പിച്ച ലെനിൻ രാജേന്ദ്രന്റെ അനുസ്മരണ സമ്മേളനത്തിൽ നയനയെ ലെനിൻ രാജേന്ദ്രന്റെ കുടുംബം ഒഴിവാക്കിയിരുന്നു. ക്ഷണക്കത്ത് നൽകിയില്ലെന്ന് മാത്രമല്ല, ആ പരിപാടിയിൽ നയന പങ്കെടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. എന്നാൽ ആ ഒരു ഒറ്റപ്പെടുത്തൽ നയനയെ വല്ലാതെ വേദനിപ്പിച്ചു. ആ സംഭവത്തിന് ശേഷവും മാനസികമായി വല്ലാതെ തളർന്നു. ഒരച്ഛനെ പോലെ സ്നേഹിച്ച് തന്നെ വളർത്തി ഒപ്പം നിർത്തി. എന്നാൽ ആ സ്നേഹം എല്ലാവരും നോക്കിക്കണ്ടത് മറ്റൊരു കണ്ണിലൂടെയായിരുന്നു. അത് ഏറെ ചർച്ചാ വിഷയമായി മാറിയിരുന്നു. ആ സംഭവം ഇരുവരെയും ഏറെ തളർത്തി. ലെനിൻ സംവിധാനം ചെയ്ത മകരമഞ്ഞിലൂടെയായിരുന്നു നയനയുടെ സിനിമ അരങ്ങേറ്റം. പക്ഷികളുടെ മണം എന്ന ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുണ്ട്. നിരവധി പരസ്യ ചിത്രങ്ങളും ഇന്ത്യയിലും വിദേശത്തുമായി 100-ലധികം സ്റ്റേജ് ഷോകളും സംവിധാനം ചെയ്തു. സ്ത്രീപക്ഷ ചിന്തകളുമായി സിനിമാ ലോകത്തെ ചർച്ചകളിൽ നിറഞ്ഞ നയന സൂര്യൻ ചലച്ചിത്രമേളകളിലെ ആവേശം ഉൾക്കൊണ്ടാണ് സംവിധായികയായത്. കാടിനെയും കടലിനെയും ഒരുപോലെ സ്നേഹിക്കുന്ന സിനിമയെന്ന മോഹം രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു ആഴക്കടലിന്റെ പെൺകുട്ടിയായിരുന്നു നയന സൂര്യൻ. 10 പ്രധാന സ്ത്രീ കഥാപാത്രങ്ങളെ വെച്ച് 10 സംവിധായകർ ചെയ്യുന്ന 10 സിനിമകളുടെ ആന്തോളജിയായിരുന്നു ക്രോസ് റോഡ്. സ്ത്രീ കേന്ദ്രീകൃത വിഷയങ്ങളാണ് ഈ 10 ചിത്രങ്ങളും കൈകാര്യം ചെയ്തത്. 10 വ്യത്യസ്തമായ പെൺമുഖങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ഇതിൽ അപൂർവ ഇനം പക്ഷികളെ തിരഞ്ഞ് കാടുകയറുന്ന വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറുടെ കഥ പറഞ്ഞ പക്ഷികളുടെ മണം എന്ന ചിത്രം സംവിധാനം ചെയ്തത് നയനയായിരുന്നു. നയന എന്ന 28-കാരിയുടെ മരണം ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. സീഡിറ്റിൽ ഫിലിം എഡിറ്റിംഗ് പഠിച്ചായിരുന്നു നയനയുടെ സിനിമയിലേക്കുള്ള രംഗപ്രവേശം. പിന്നീട് ലെനിൻ രാജേന്ദ്രന്റെ ഡോക്യുമെന്ററികളുടെ അസിസ്റ്റന്റായി. കരുനാഗപ്പള്ളി, ആലപ്പാട്, അഴീക്കൽ സ്വദേശിയായ നയന BA ഫിലോസഫി പഠിക്കാനാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെത്തിയത്. സിനിമയോടുള്ള ഇഷ്ടമാണ് നയനയെ ലെനിൻ രാജേന്ദ്രനുമായി അടുപ്പിച്ചത്. പിന്നീട് ലെനിന്റെ മകരമഞ്ഞ്, ഇടവപ്പാതി, പിൻപേ നടപ്പവൾ എന്നീ സിനിമകളിൽ സഹസംവിധായികയായി. ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത ആകാശത്തിന്റെ നിറം, കമൽ സംവിധാനം ചെയ്ത സെല്ലുലോർ, നടൻ, ഉട്ടോപ്പിയയിലെ രാജാവ്, ജിത്തു ജോസഫിന്റെ മെമ്മറീസ്, ജെനുസ് മുഹമ്മദിന്റെ 100 ഡേയ്സ് ഓഫ് ലവ് എന്നീ ചിത്രങ്ങളിലും സഹസംവിധായികയായി. ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത 4 ഡോക്യുമെന്ററിയിലും ആശ്രിതരുടെ ആകാശം എന്ന ടെലിഫിലിമിലും സഹസംവിധായികയായിരുന്നു നയന. നയന സംവിധാനം ചെയ്ത പക്ഷികളുടെ മണം എന്ന ചിത്രം ഏറെ ശ്രദ്ധേയമായിരുന്നു. ഒരു മകൾ എന്നതുപോലെ എനിക്ക് ശക്തി തന്നിരുന്നത് ലെനിൻ സാറായിരുന്നു. ഗുരു എന്നതിനപ്പുറം എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. സിനിമയുമായി ബന്ധപ്പെട്ട് എന്ത് പുതിയ ചുവടുകൾ വെക്കുമ്പോഴും സാറിന്റെ അഭിപ്രായം തേടുമായിരുന്നു. വല്ലാത്ത സപ്പോർട്ടായിരുന്നു സാർ, വിതുമ്പലോടെ നയന പറഞ്ഞിരുന്നു. ലെനിൻ രാജേന്ദ്രന്റെ ഭൗതിക ശരീരം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ സന്തത സഹചാരി നയനയുടെ വിതുമ്പൽ ആരും മറന്നിട്ടുണ്ടാവില്ല. 8 വർഷമായിട്ട് സംവിധായിക എന്ന നിലയിൽ മലയാള സിനിമയ്ക്കൊപ്പമായിരുന്നു നയനയുടെ യാത്ര. ഓച്ചിറയ്ക്ക് അടുത്തുള്ള ഒരു ചെറിയ ഗ്രാമമായ അഴീക്കൽ. ഇവിടെ നിന്നും യൂണിവേഴ്സിറ്റി കോളേജിൽ ഫിലോസഫി പഠിക്കാനാണ് തിരുവനന്തപുരത്തേക്ക് വരുന്നത്. ഫിലിം ഫെസ്റ്റുകൾക്ക് പോയി തുടങ്ങിയതോടെയാണ് നയന സിനിമാക്കാരിയാവുന്നത്. ഇറാനിയൻ സിനിമകൾ ആകർഷിച്ചു. ഇതോടെ സിനിമ ചെയ്യണമെന്ന മോഹം ഉദിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ലെനിൻ രാജേന്ദ്രന്റെ അടുത്തെത്തുന്നത്. അടയാർ പോലെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ വീട്ടുകാരുടെ പിന്തുണയില്ലാത്തതിനാൽ സീഡിറ്റിൽ ഒരു ഷോർട്ട് ടേം കോഴ്സ് ചെയ്തു. ഇതോടെ സിനിമാക്കാരിയുമായി. ചലച്ചിത്ര സംവിധായികയായിരുന്നു നയന സൂര്യൻ. സഹസംവിധായികയാണ് ചലച്ചിത്ര ജീവിതം ആരംഭിച്ചത്. പക്ഷികളുടെ മണം എന്ന ചിത്രത്തിലൂടെ സംവിധായികയായും സിനിമയിൽ സജീവമാകുന്നതിനിടെയാണ് നയനയുടെ മരണവാർത്ത കൂട്ടുകാരെ തേടിയെത്തുന്നത്. എന്തായാലും നയനയുടെ ആത്മഹത്യയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.